ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മാപ്സ് ആയിരുന്നു. മാപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാട്ട്ലെസ് സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് എ ഫയൽ കോൾഡ് set.dart. Okay, and before starting, let's discuss something about what is actually a set is. A set is actually an unordered collection of unique elements, and it's actually unordered collection. And the important thing is the elements are unique. Okay, and that means അതിൽ എന്തുണ്ടായിരിക്കില്ല, എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് വൺ മോർ തിങ് ഈസ് ഇറ്റ് ഈസ് അൺഓർഡേർഡ് ആൻഡ് ഇതിന് ഓർഡറിങ് ഇല്ല. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദർ ഈസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ്. ദാറ്റ് മീൻസ് എലമെൻറ്റ്സ് ആർ യുണീക്ക്. ദെൻ ഇതിനകത്ത് ഈ സെറ്റ് ഓപ്പറേഷൻസ് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി അതർ ഡാറ്റ സ്ട്രക്ചറിനെ വെച്ച് നോക്കുമ്പോൾ it is faster. Like if you want to check something like whether an item exists in the set or not, and it is much faster than your map or your list. Okay, and നമ്മൾ അതിനെ സാധാരണ മെൻഷൻ ചെയ്യുന്നത് ബിഗ് ഓ നൊട്ടേഷൻ ഉപയോഗിച്ച് മെൻഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് ബിഗ് ഓഫ് ലൈക്ക് ദിസ്, ബിഗ് ഓ ഓഫ് 1. ഓക്കെ, ആൻഡ് ഇത് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. ദിസ് ഈസ് ആക്ച്വലി ദ ടൈം കോംപ്ലക്സിറ്റി. അതായത് നമ്മളുടെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഡസ് ദിസ് മീൻസ്. ആൻഡ് ദിസ് ബിഗ് ഓഫ് 1 എന്ന് പറയുന്നത് ആൻഡ് ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് എ വേ എ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആക്ച്വലി ഡിസ്ക്രൈബ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. ദെൻ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ബിഗ് ഓ of 1 of order 1 or big of 1 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊനൗൺസ് ചെയ്യാം. ആൻഡ് ദിസ് മീൻസ് ദ ഓപ്പറേഷൻ ടേക്സ് കോൺസ്റ്റൻറ്റ് ടൈം നോ മാറ്റർ ഹൗ ബിഗ് യുവർ കളക്ഷൻ ഈസ്. അതായത് ടൈം കോംപ്ലക്സിറ്റിയാണ്, ടൈം കോംപ്ലക്സിറ്റി. ദിസ് മീൻസ് ആക്ച്വലി നമ്മളുടെ ലിസ്റ്റ് ഈ പറയുന്ന കളക്ഷൻ എത്ര വലുതാണെങ്കിലും എന്തായിരിക്കും, ആൻഡ് ഇറ്റ് ടേക്സ് കോൺസ്റ്റൻറ്റ് ടൈം. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കീ നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞ മാപ്പിനകത്ത് ഒരു കീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മളുടെ ഈ ബിഗ് ഓ നൊട്ടേഷൻ പ്രകാരം ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് വെദർ യു ഹാവ് 10 items or 1 million items in your set, the time taken is almost the same, and that means it doesn't grow with your ഡാറ്റ സൈസ്. ഡാറ്റയുടെ സൈസ് കൂടുന്നതനുസരിച്ച് അതിനകത്ത് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യില്ല, അതനുസരിച്ച് ടൈം എടുക്കില്ല. അതാണ് എന്ത് ബേസിക്കലി ഈ പറയുന്ന ബിഗ് ഓ നൊട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് അനദർ ടോപ്പിക്, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി അൽഗോരിതം അനാലിസിസ് ഒക്കെ വരുമ്പോൾ വരുന്നതാണ്. ആൻഡ് ഡോണ്ട് വറി. ആൻഡ് ബിഗ് ഓ നൊട്ടേഷൻ പ്രകാരം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് ഹൗ മച്ച് ബിഗ്ഗർ ഈസ് യുവർ ലിസ്റ്റ്, ഇറ്റ് വോണ്ട് അഫക്റ്റ്. ഓക്കെ, ദ ഓപ്പറേഷൻ ടേക്സ് എ കോൺസ്റ്റൻറ്റ് ടൈം. അതാണ് ഈ പറയുന്ന കാര്യം. ഓക്കെ, ഇനി ഒന്നുകൂടി അതിൽ കമ്പാരിസൺസ് വേണമെങ്കിൽ, ആൻഡ് ഇതിനകത്ത് ദർ ആർ അതർ നൊട്ടേഷൻസ് ലൈക്ക് ബിഗ് ഓ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ലീനിയർ ടൈമാണ്. ലീനിയർ ടൈം. ഓക്കെ, ദാറ്റ് മീൻസ് ഗ്രോസ് വിത്ത് എ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതായത് എലമെൻറ്റ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കോംപ്ലക്സിറ്റിയും അതായത് ടൈം കോംപ്ലക്സിറ്റിയും കൂടും. അതാണ് ലീനിയർ ടൈം എന്ന് പറയുന്നത്. ദെൻ ബിഗ് ഓഫ് ലോഗ് എൻ, ദാറ്റ് മീൻസ് ലോഗരിതമിക് ടൈമാണ്. ലോഗരിതമിക് ടൈം. ഓക്കെ, ആൻഡ് ദിസ് മീൻസ് ഇറ്റ് ഗ്രോസ് സ്ലോലി വിത്ത് സൈസ്. അതായത് സൈസ് കൂടുമ്പോൾ അത് എന്ത് ചെയ്യില്ല, faster ആയിട്ടല്ല, it grows slowly with the size.
Then there is one more thing is big of n square is there, it is actually square and ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. Then this is quadratic time ആണ്, it grows very fast. and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെസ്റ്റഡ് ലൂപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, ഇറ്റ് ഇൻക്രീസസ് ക്വാഡ്രാറ്റിക്കലി, അതാണ് എന്ത് ക്വാഡ്രാറ്റിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. ആൻഡ് ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെൻ വി ആർ വർക്കിംഗ് വിത്ത് പ്രോഗ്രാംസ് അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രോഗ്രാംസ്, നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ് എഴുതുകയാണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കുറവുള്ള കോഡുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അതായത് ലീനിയർ അല്ലാതെ കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റി ഉള്ളതാകുമ്പോൾ എന്തായിരിക്കും, how much bigger is your list or your that collection, it won't affect the operations time complexity. ഓക്കെ, അതാണ് ഇവിടുത്തെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക എന്താണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് കളക്ഷനാണ്, യുണീക്കാണ്, ദർ വോണ്ട് ബി എനി ഡ്യൂപ്ലിക്കേറ്റ്സ്. okay, and it is actually used when you want to check some it is actually time complexity എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് മീൻസ് ഇറ്റ് ഈസ് ഹാഷ് ബേസ്ഡ് കോംപ്ലക്സിറ്റി ആണ്. ദെൻ എപ്പോഴായിരിക്കും നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നത്, യു മസ്റ്റ് അവോയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്, അതായത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ അവോയ്ഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇമെയിൽസ്, ടാഗ്സ്, സെലക്റ്റഡ് ഐ ഡീസ്, അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്, അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. അത്തരം സെനാരിയോയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കും. ആൻഡ് യു നീഡ് ടു ഹാവ് എ ഫാസ്റ്റ് കണ്ടെയ്ൻസ് ചെക്ക്, അതായത് നമുക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള സെറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് ചെക്കിങ് വെദർ ആൻ എലമെൻറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഫാസ്റ്റർ ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സെറ്റായിരിക്കും. ദെൻ യു നീഡ് സെറ്റ് ആൾജിബ്ര ലൈക്ക് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വൽ ഫ്രണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുണ്ടാക്കി മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ അത്തരം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോമൺ സ്കിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഈ സെറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക എവിടെയാണ് ഏതാണ് ഈ സെനാരിയോ എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഇൻ ടു സം കോഡിങ്. So how can you declare or declaring or constructing a set? We already have a dot file set.dot. Let me write the main function, okay, like this. Then typically നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സെറ്റ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഫൈനൽ സ്കിൽസ് that is equal to, okay, open your curly brace, then I have dot comma, again in quotes, flutter comma, okay, git, and put a semicolon. Okay, and you can have the type like this. ഇവിടെ നമുക്ക് angle bracket you can provide something like this, the data type. Okay, and ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിപ്പിക്കൽ ലിറ്ററൽ, അതായത് ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ചെക്ക് ദ ടൈപ്പ് യു ക്യാൻ യൂസ് ദ റൺ ടൈം ടൈപ്പ്. ഐ ക്യാൻ കോൾ ദ സ്കിൽ സെറ്റ് ഡോട്ട് റൺ ടൈം ടൈപ്പ്. ഓക്കെ, ആൻഡ് ഹൗ ക്യാൻ യു റൺ ദിസ്, യൂസ് ദ ഡോട്ട് കമ്പൈലർ, ദെൻ ഫയൽ നെയിം set.dot. ഓക്കെ, now you got set. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത് നമ്മളുടെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, ഓക്കെ, ഓർ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എം ടി സ്ട്രിങ് ലിറ്ററലൊക്കെ ഉപയോഗിക്കാം, ലൈക്ക് ഫൈനൽ എം ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വാണ്ട് ആൻ ഇൻറ്റീജർ, ദെൻ യൂസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഉപയോഗിച്ചാലോ, ഇപ്പം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്, ഫൈനൽ wrong that is equal to something like this, and let's check the type of these two things. Okay, print, the first one is empty and that is a set name, empty dot runtime type, and the second one print, okay, and second one is wrong actually, runtime type. Wrong is actually the name we have given. Okay, and ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, now you can see the first one is actually a set and the second one is actually
a map. Why it is like that? Because we haven't given the type here. You can give an int here. Okay, ഞാൻ ഇവിടെ ടൈപ്പ് കൊടുത്തു. നൗ that is a set. Okay, അപ്പോൾ അത് ഓർത്തിരിക്കുക, you have to mention this type of the element in angle brackets if you are using this empty set literal. That means empty set literal ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. മസ്റ്റ് ഗിവ് എ ടൈപ്പ് ഓർ അതർവൈസ് ഇറ്റ് ബിക്കംസ് എ മാപ്പ്. നമ്മൾ മസ്റ്റായിട്ടും ഒരു ടൈപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അത് മാപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഗ്ലോബൽ സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് ലൈക്ക് ദിസ്. അതായത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ സെറ്റ്. ഓക്കെ, സോ ഐ ക്യാൻ ഹാവ് എ ഫൈനൽ selected IDs that is equal to int. Okay, and this is obviously a set, and you can add elements. Selected IDs dot add. It's actually an integer. Elements are always integer because we have given the type as integer here. Okay, now ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഫ്രം ഐട്രബിൾ നമ്മൾ നോക്കിയിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ഇവിടെ നോക്കുക, അതായത് നമുക്ക് എന്തുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക, ഫൈനൽ സെറ്റ് ഫ്രം ഐട്രബിൾ. ദിസ് ഇസ് ജസ്റ്റ് എ സെറ്റ് നെയിം that is equal to, use the set keyword, set the type is int actually, then dot from the iterable, and I can give 1 comma 2 comma 3 comma 4. Okay, and this will create a set, and if you have any doubts you can check the type. Okay, like this, set from iterable dot runtime type. Okay, and if I run this, we are going to get, sorry, okay, come here, and we are going to get set. The type is actually set. So these are the different ways you can declare or construct set. Okay, and hope you understand. Okay, now let's move into the next topic, that is the core properties and basic operations. So let me clear everything. Actually, let me delete everything, and ഞാൻ ആദ്യം മുതൽ void main എഴുതുന്നുണ്ട്, void main. Okay, so first നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. I am going to create a set called tags that is of type string. Then we have some tags here, and I have something called tech and പിന്നുള്ളത് dart. Okay, ആൻഡ് ഇനി നമുക്ക് ഇതിലേക്ക് ഈ സെറ്റിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഡോട്ട് ആഡ്. That means you can have tags dot add, and add is expecting a value of type string because സെറ്റിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ട്രിങ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, ഇതേപോലെ നമുക്ക് ആഡ് ഓളും ഉണ്ട്, ടാഗ്സ് ഡോട്ട് ആഡ് ഓൾ. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐട്രബിൾ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ ലിസ്റ്റ് ഹിയർ. സോ യു ക്യാൻ ഹാവ് ഡാർട്ട് കോമ പൈത്തൺ. ഓക്കെ, പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, ഇതൊന്ന് സെറ്റ് ആസ് എ ബോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, നമ്മൾ സെറ്റിൻ്റെ പേര് അതിൽ പാസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് ഞാനൊന്ന് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് ആ സെറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിലേക്ക് പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡാണ് ചെയ്തത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ടാഗ്സ് ഡോട്ട് റിമൂവ്. ഓക്കെ, യു ക്യാൻ കോൾ ദ റിമൂവ്. Then what is the value you want to remove? I want to remove the word key. No, I want to remove the item called tech. Okay, then ഇതേപോലെ നമുക്ക് എന്തുണ്ട്, and tags dot remove all is there, and you can give എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലധികം എലമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാം ഇതിനകത്തുനിന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ I want to remove flutter, comma I want to remove python. ഓക്കെ, ആൻഡ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ഐറ്റം റിമൂവ് ചെയ്തു, അതിനുശേഷം ഒന്ന് പ്രിൻറ്റ് ചെയ്തു.
അതിനുശേഷം നമ്മൾ റിമൂവ് ഓൾ കൊടുത്തു, മൾട്ടിപ്പിൾ ഐറ്റംസ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ദെൻ എന്നിട്ട് അഗെയിൻ ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്തു. നൗ യു ക്യാൻ സീ ഇനീഷ്യലി നമ്മളിതിരുന്ന് ടെക് എന്ന് പറയുന്നത് റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ റിമൂവ് ചെയ്തത് actually we removed, and the spelling is F is capital, that's why it isn't removed. Okay, now we can see only dart is there. Okay, അപ്പോൾ ഇതാണ് എന്ത് റിമൂവ് എന്ന് പറയുന്നതും റിമൂവ് ഓൾ എന്ന് പറയുന്നതും. ഇനി നമുക്കിത് ആസ് എ വോൾ മൊത്തം ക്ലിയർ ചെയ്യാം. മൊത്തം ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാതെ നമ്മൾ ലിസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത പോലെ യു ക്യാൻ ഹാവ് എ മെത്തേഡ് കോഡ് ക്ലിയർ. ദിസ് ഇസ് എ ക്ലിയർ മെത്തേഡ് ആൻഡ് ദിസ് വിൽ ക്ലിയർ എവറിത്തിങ്. എല്ലാ ഐറ്റവും എന്ത് ചെയ്യും, ഇതിനകത്ത് നിന്ന് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, യു ക്യാൻ കോൾ പ്രിൻറ്റ് ടാഗ്സ് ഡോട്ട് ലെങ്ത്ത്. ഓക്കെ, ദിസ് വിൽ ഗിവ് യു ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദർ. ദെൻ ഇത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഡാറ്റാ സ്ട്രക്ചറിലൊക്കെ ഉള്ള പോലെ എന്തുണ്ടായിരിക്കും, ഈസ് എം ടി ഉണ്ട് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ ബൂൾ വാല്യൂ. ആൻഡ് ഇതേപോലെ നമുക്ക് ഈസ് നോട്ട് എം ടി ഉണ്ടായിരിക്കും, ടാഗ്സ് ഡോട്ട് ഈസ് നോട്ട് എം ടി. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഗിവിങ് യു എ ബൂൾ വാല്യൂ. Okay, and if you want to check whether this contains something like എനിക്ക് ഇതിനകത്ത് ഡാർട്ട് എന്ന് പറയുന്നത് കീ അല്ലെങ്കിൽ എലമെൻ്റ് ഉണ്ടോ എന്ന് അറിയണം. ലെറ്റ് മീ കമൻറ്റ് ഔട്ട് ഓൾ ദീസ് റിമൂവൽ. ഓക്കെ, ഈ റിമൂവലൊക്കെ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഐ വാണ്ട് ടു ചെക്ക് whether this set contains a particular key. I want to check whether this contains dart. Okay, and this is going to give you a true or false based on the result. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻഡ് ദിസ് ഈസ് എ ഫാസ്റ്റ് മെമ്പർഷിപ്പ് ചെക്ക്. ആൻഡ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുള്ളത്, ബിഗ് ഓഫ് 1 എന്ന് പറയുന്ന കോംപ്ലക്സിറ്റി ഉള്ളത്. മെമ്പർഷിപ്പ് ചെക്ക്. ഓക്കെ, ദെൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഔട്ട്പുട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ട്രൂ ബിക്കോസ് ഡാർട്ട് ഇസ് ദ ഡാർട്ട് അവിടെ ഉണ്ട്. ഇനി നമുക്കിതിനകത്ത് ഫോർ ലൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഐട്രേറ്റ് ചെയ്യാം. നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആൻഡ് എന്നാലും ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ഫൈനൽ ടാഗ് ടി ഇൻ ടാഗ്സ്. ഓക്കെ, ആൻഡ് ഐ വാണ്ട് ടു പ്രിൻറ്റ് ടി പ്രിൻറ്റ് ചെയ്യണം എന്ന് ഞാൻ എഴുതി. Okay, put a semicolon, and this will go through the tags list and take each t and print that t. Okay, ഓരോ t എടുത്തിട്ട് എന്ത് ചെയ്യും, അത് പ്രിൻറ്റ് ചെയ്യും like this. Now you can see it contains tech, dart, flutter and python. Okay, and ഇത് നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ നോക്കിയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഉള്ളത്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർഷൻ ഓർഡർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻസേർഷൻ ഓർഡർ ഉണ്ട്, അതായത് ഫൈനൽ എസ് ഈക്വൽ ടു, ലെറ്റ് മീ ഹാവ് എ ന്യൂ സെറ്റ്. ഓക്കെ, ആൻഡ് സെറ്റ് ഇസ് 1, 2, 3. ഓക്കെ, ദെൻ ഞാനിവിടെ പറയുന്നത് പ്രിൻറ്റ് എസ് ഡോട്ട് ഫസ്റ്റ്. ദെൻ ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, പ്രിൻറ്റ് എസ് ഡോട്ട് ലാസ്റ്റ്. ഓക്കെ, ആൻഡ് ഇതെന്തായിരിക്കും തരുന്നത്, ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ആൻഡ് ദെൻ ദ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത്, അതായിരിക്കും എന്ത്, ആൻഡ് ആക്സസേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻസേർഷൻ ഓർഡേഴ്സ് ആണ്. ആൻഡ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ആരായിരിക്കും, ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് 1 ആൻഡ് ദ ലാസ്റ്റ് ഇൻസേർഷൻ ഈസ് ഇറ്റ് ഈസ് 3. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത്, ബേസിക്കലി നമ്മളുടെ സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് സെറ്റ് ആൾജിബ്ര ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇമാജിൻ ദാറ്റ് യു ഹാവ് 2 സെറ്റ്സ്. ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ആദ്യം പോലെ എഴുതാം, void main. I think it's better to copy some set. Let me copy that from my second screen. Okay, so these are the 2 sets. Final a equal to there is a set and final b equal to another set. Okay, and you can have the set algebra. That means നിങ്ങൾക്ക് ഇൻ്റർസെക്ഷൻ, യൂണിയൻ, ഡിഫറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലൈക്ക് ഐ വാണ്ട് ടു ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ. ദാറ്റ് മീൻസ് ഇതിൽ രണ്ടിലും ഉള്ളത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, അതായത് എയിലും ബിയിലും ഉള്ളതിനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കുള്ളത് ഏതായിരിക്കും, ഫ്ലട്ടർ എന്ന് പറയുന്നത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ദാറ്റ് ഫൈനൽ
and I can call that both, something like that, both equal to a dot intersection okay b, a dot intersection b, and this is actually going to give you, let's print that, print both. This will give you what? You will get a subset that contains the contains this element flutter, because അത് രണ്ടിലുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്തുണ്ട്, എ യൂണിയൻ ബി ഉണ്ട്. എ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ പ്ലസ് ബി ആണ് ആക്ച്വലി, പക്ഷേ എന്ത് ചെയ്യില്ല, എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല, ബിക്കോസ് സെറ്റ് യൂണീക്കാണ്. സോ അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഫൈനൽ ആൻഡ് യൂണിയൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് യൂണിയൻ ബി. ഓക്കെ, സോ പ്രിൻറ്റ് യൂണിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയിലും ബിയിലും ഉള്ള കംപ്ലീറ്റ് എലമെൻറ്റ്സ് കിട്ടും, റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കില്ല. ഡാർട്ട്, ഫ്ലട്ടർ, ഗിറ്റ്, ഫൈബേഴ്സ്, യു ഐ. ഓക്കെ, ആൻഡ് ഇതിൽ രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്ന ഫ്ലട്ടറാണ്. ഇത് സെറ്റ് ആയതുകൊണ്ട് ഒരു ഇൻസ്റ്റൻസ് അവിടെ വരുള്ളൂ. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എ ഡിഫറൻസ് ബി ഉണ്ട്. ഓക്കെ, ആൻഡ് ലൈക്ക് ഫൈനൽ എ ഓൺലി ഇൻ എ, only in a, that is equal to a dot difference b. Okay, and ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലി ഇൻ ബി ഉണ്ട്, ഓൺലി ഇൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് ഡിഫറൻസ് എ. ഓക്കെ, ആൻഡ് ഇതെന്തായിരിക്കും നമുക്ക് തരുന്നത്, എ ആൻഡ് നോട്ട് എ, ഐ മീൻ ഓൺലി ഇൻ എ, only in a, and print only in b. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഇവിടെ കണ്ടോ, ഡാർട്ട് ഗിറ്റ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിഫറൻസ് ബി ആണ്. എ ഡിഫറൻസ് ബി എന്തായിരിക്കും, ഡാർട്ട് നമുക്ക് കിട്ടിയത് ഡാർട്ടും ഗിറ്റുമാണ്. അതായത് ഇതിനകത്ത് ഫ്ലട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കും, ബിയിലുള്ളതുകൊണ്ട് അത് ഇവിടെ ഉണ്ടായിരിക്കില്ല. ബാക്കി രണ്ട് ഐറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, എ ഡിഫറൻസ് ബി, എ ഡിഫറൻസ് ബിയുടെ എന്തായിരിക്കും, മാത്തമെറ്റിക്കലി എ ഡിഫറൻസ് ബി എന്തായിരിക്കും, ദാറ്റ് മീൻസ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് ആൾജിബ്രയിൽ set of all elements in A that are not in B. That means set of elements that are in A but not in B. അതാണ് എന്ത്, set of elements that are in A but not in B ആണെന്ത്, A ഡിഫറൻസ് B എന്ന് പറയുന്നത്. ആൻഡ് ഇത് കൺഫ്യൂഷനുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഇതാണെന്ത് A ഡിഫറൻസ് B എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെയാണ് എന്ത്, ബി ഡിഫറൻസ് എ എന്ന് പറയുമ്പോൾ എഴുതുക. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത്, സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എവിടെയായിരിക്കും ഇതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് വരുന്നത്, ഇതിൻ്റെ യൂസ്ഫുൾനെസ് വരുന്നത് മ്യൂച്വൽ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ലൈക്ക് സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാണ്, മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. മ്യൂച്വൽ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക, വി ആർ ആക്ച്വലി യൂസിങ് ഇൻ്റർസെക്ഷൻ. രണ്ട് പേർക്കും ഉള്ളവരാണ് എന്ത് മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ദെൻ ഇപ്പോൾ ഓൾ ടോപ്പിക്സ് അലൗഡ്, ഓൾ ടോപ്പിക്സ് അലൗഡ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിയൻ ആയിരിക്കും. ദെൻ എക്സ്ക്ലൂസീവ് സ്കിൽസ്, ലൈക്ക് അതായത് രണ്ട് ആളുകളുണ്ട്, അതിൽ ഒരു പെർട്ടിക്കുലർ ആൾക്ക് മാത്രമുള്ളൊരു സ്കിൽസ്, എക്സ്ക്ലൂസീവ് സ്കിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് സ്കിൽസ്, ആൻഡ് വി ആർ ഗോയിങ് ടു യൂസ് ഡിഫറൻസ്. ഓക്കെ, ഇതാണ് റിയൽ വേൾഡ് സെനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് എഴുതി നോക്കാം, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്, ലെറ്റ്സ് ഡു സം ഫിൽറ്ററിങ് ആൻഡ് ട്രാൻസ്ഫോമിങ്. ലെറ്റ് മീ റൈറ്റ് എ മെയിൻ ഫങ്ഷൻ, മെയിൻ. Okay, then we have a set called nums. Okay, so I want to remove elements by predicate. That means suppose I want to remove the odd numbers from this set. Okay, so you can have
nums dot remove ver. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താണ്, നമ്മൾ മാപ്പ് പറഞ്ഞതാണ് റിമൂവ് വേർ എന്നുള്ളത്. ആൻഡ് ഇറ്റ് ടേക്സ് ഈച്ച് എലമെൻറ്റ് ആൻഡ് ഇറ്റ് checks a condition, and you can write the condition here. What is a condition? And the condition is actually element dot is odd എന്നുള്ളതാണ്. Okay, and this is going to give you എന്തായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്, it is going to give you a subset actually, and that contains only the even numbers. So I can have final even set. Okay, and നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻ്റ് ഈവൻ സെറ്റ്. വാട്ട് ഈസ് ദ ഇഷ്യൂ? void, and it is actually is odd. And what is the issue here? The expression has a type of void, so its value can be used. Okay, and you can't do this because it won't return anything. And you can even print nums. Okay, then run this program again. Now you can see 2 4 6 actually ഇത് ഈ സെറ്റിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. ദെൻ എന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തു, ഓഡ് നമ്പേഴ്സൊക്കെ റിമൂവ് ചെയ്തു. അതാണ് റിമൂവ് വേർ എന്നുള്ളത്. ദെൻ ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് യു ക്യാൻ റീറ്റെയിൻ സംതിങ് ലൈക്ക് ദിസ്, നംസ് ഡോട്ട് റീറ്റെയിൻ വേർ. then you can provide a condition. I want to retain the numbers or elements that are greater than 2 or 3. So I want to retain elements that are greater than 3. So let me print the nums again. Okay, and ഞാൻ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കമൻറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ 4 5 6 എന്ന് കിട്ടി. ആൻഡ് ഗ്രേറ്റർ ദാൻ 3 ആയിട്ടുള്ള എലമെൻറ്റ്, ദാറ്റ് മീൻസ് ദീസ് ആർ ദ ഗ്രേറ്റർ ദാൻ 3 എലമെൻറ്റ്സ്. സോ അപ്പോൾ നമുക്ക് എന്തുണ്ട്, എന്ത് ഓപ്പറേഷൻ, നമുക്ക് എന്ത് ഫങ്ഷൻ, ദർ ഈസ് എ മെത്തേഡ് കോൾഡ് റിട്ടേൺ വേർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നോൺ മ്യൂട്ടേറ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതായത് ഐട്രബിളായിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മാപ്പ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്യാം, ഫൈനൽ doubled equal to nums dot map. Okay, and take each element, then multiply that with e star 2 or 3 whatever. Okay, then print that doubled. Okay, നമ്മളിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട്, ആക്ച്വലി നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഈ സെറ്റാണ്. ഇത് ഞാൻ കമൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻഡ് 1 into 3 3 and 3 into, ആൻഡ് ഇവിടെ ഈ ടൈപ്പ് നോക്കൂ, ഈ ടൈപ്പ് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഇഫ് യു വാണ്ട് ടു നോ ദ റൺ ടൈം ടൈപ്പ് യു ക്യാൻ ചെക്ക് ദാറ്റ് മേ ബി ഇവിടെ കണ്ടില്ലേ, എഫിഷ്യൻറ്റ് ലെങ്ത് മാപ്ഡ് ഐട്രബിൾ എന്നുള്ള ടൈപ്പാണ്. ആൻഡ് ദിസ് ഇസ് ദ ടൈപ്പ് എഫിഷ്യൻറ്റ്. ലെറ്റ് മീ കോപ്പി ദാറ്റ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. എഫിഷ്യൻറ്റ് ലെങ്ത് മാപ്ഡ് ഐട്രബിൾ എന്നുള്ള ടൈപ്പിലായിരിക്കും വരിക. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇത് ഈ ഒരു ടൈപ്പിലേക്കാണ് മാറിയത്. ദെൻ ഇഫ് യു വാണ്ട് ടു ഡൂ ദിസ് ആൻഡ് എഗെയിൻ ഇതൊരു സെറ്റായി വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, യു ക്യാൻ ഡൂ സംതിങ് ലൈക്ക് ദിസ് ടു സെറ്റ്. യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, ദെൻ അഗെയിൻ വി ആർ ഗോയിങ് ടു ചെക്ക് ദ ടൈപ്പ്. നൗ യു ക്യാൻ സി ഇറ്റ് ഈസ് സെറ്റ്. ഓക്കെ, അപ്പോൾ ടു സെറ്റ് മെത്തേഡ് ഉണ്ട്. ടു സെറ്റ് മെത്തേഡ് എന്ത് ചെയ്യും, ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് എഗെയിൻ അതിനെ സെറ്റാക്കി മാറ്റും. ഇത് എവിടെയായിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ടു സെറ്റ് മെത്തേഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ട് വിത്ത് ലോഡ് ഓഫ് ടാഗ്സ് ഓർ സംതിങ്. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഫ്രം ദാറ്റ്, ആൻഡ് സിംപ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുനിന്ന് അതിനെ ടു സെറ്റ് എന്നുള്ള മെത്തേഡ്. ലെറ്റ്സ് റൈറ്റ് ആൻ എക്സാമ്പിൾ ലൈക്ക്, നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ഇതേപോലെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് കീവേഡ്സ് എന്ന് വേണ്ടി. ആൻഡ് യു ക്യാൻ സി ദർ ആർ കീവേഡ്സ് ദാറ്റ് ആർ റിപ്പീറ്റിംഗ്. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന കീവേഡ്സ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിനകത്തുനിന്ന് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം.
ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്കിതിനകത്തൂടെ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ ഒന്നും എടുത്ത് മാച്ച് ചെയ്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. പക്ഷേ അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ നമുക്കിവിടെ സിംപ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, വാർ unique keys or something like that, keys that is equal to takes your keywords set, then you list, then you can convert that to a set. Okay, then ഇതിനകത്തുനിന്ന് ഞാൻ അതൊന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് യുണീക്ക് കീസ്. ഓക്കെ, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇത് സെറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പോയിൻ്റായിരിക്കും. എഗെയിൻ നമുക്ക് അതിനെ തിരിച്ചൊരു ലിസ്റ്റ് തന്നെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആഫ്റ്റർ ദിസ് യു ക്യാൻ ഡു ടു ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ചെയിനിങ് ഓപ്പറേഷൻ. ആൻഡ് we took the list, then convert that to a set, then after the removal of the duplication we are again converting this back to a list. Okay, let me print this again. Now you can see there is no duplication. So അപ്പോൾ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക? സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുണ്ട്, നമുക്കൊരു ഇതേപോലെ കീബോർഡ് ലിസ്റ്റൊക്കെ തരും ആൻഡ് അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകരുത്. സ്പെസിഫിക്കലി അവർ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ ലോജിക് എഴുതി ചെയ്യണമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു യുവർ ഓൺ വേ. ബട്ട് ദ എഫിഷ്യൻറ്റ് വേയിൽ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും, ദിസ് ഈസ് എ ഈസിയസ്റ്റ് വേ. ഫസ്റ്റ് കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ സെറ്റ്, ദെൻ അഗെയിൻ കൺവേർട്ട് ബാക്ക് ടു എ ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ദിസ് ഓപ്പറേഷൻ ഈസ് മച്ച് ഫാസ്റ്റർ ആൻഡ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടു സെറ്റ് ദെൻ അഗെയിൻ ടു ലിസ്റ്റ്, ബാക്ക് ടു ലിസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് എനിക്ക് ഡ്യൂപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. എനിക്കൊരു കാര്യം ഇവിടെ ചെയ്യണം, ഐ വാണ്ട് ടു ഡു സംതിങ് കോൾഡ് deduplicate, and we wrote it as deduplicate, or dedupe, something like that, deduplicate. സോ എനിക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഐ വാണ്ട് ടു റിമൂവ് ദ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ഓൺലി ദ പോസിറ്റീവ് നമ്പേഴ്സ്. ഇതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം കിട്ടണം ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, ഒഴിവാവുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സി ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്, പോസിറ്റീവ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഗെയിൻ ഒരു സെറ്റായിരിക്കും. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഓപ്പൺ ദ സെറ്റ് ലിറ്ററൽ. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ ക്യാൻ റൺ എ ഫോർ ലൂപ്പ് ഫോർ ഫൈനൽ എക്സ് ഇൻ റോയിലൂടെ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദെൻ യു ക്യാൻ ടേക്ക് ഇഫ് ഓരോ എക്സും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ എക്സ് ഈ സെറ്റിനകത്തേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ റോട്ട്. ഓക്കെ, ആൻഡ് ഞാൻ ചെയ്ത് നോക്കുക, ഇവിടെ എന്തായിരിക്കും, കളക്ഷൻ ലിറ്ററലാണ് ഉപയോഗിച്ചത്, കോംപ്രിഹെൻഷൻ ആണ്. അപ്പോൾ നമ്മൾ സെറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്തു. ആൻഡ് ദിസ് വിൽ ഗിവ് യു ആൻഡ് ദ ഡീഡ്യൂപ്ലിക്കേഷൻ പ്ലസ് ഫിൽറ്ററിങ്. അതായത് ഈ ലിസ്റ്റിനെ എടുത്തിട്ട് ഒബ്വിയസ്ലി ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ റിമൂവ് ചെയ്യും. ആസ് വെൽ ആസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മളുടെ ഓൺ ലോജിക് റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് പ്രിൻറ്റ് ദ റിസൾട്ട്. പ്രിൻറ്റ് വാട്ട്, നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, പോസിറ്റീവ്സ് എന്ന് പറയുന്ന ഈ സെറ്റാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ അത് ക്ലിയർ ചെയ്തു. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ഡോട്ട് റൺ ചെയ്തു. നൗ യു ക്യാൻ സീ 10 7 5. സോ നമ്മൾ എന്ത് ചെയ്തു, ഇത് റിമൂവ് ചെയ്തു, ഓൾസോ നമ്മൾ എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേഷൻ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നിങ്ങളൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ചോദ്യം. അല്ലാതെ ഡയറക്റ്റ് ചോദ്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലിസ്റ്റ് തരും, അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറയുകയാണ്, നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവരുത്, പെർട്ടിക്കുലർ കണ്ടീഷൻ എന്ത് ചെയ്യണം, കണ്ടീഷൻ വെച്ച് സം വാല്യൂ ഒക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി എന്ത് സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ തിങ്. ആൻഡ് നമ്മളൊന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റാണ്, യുണീക്ക് എലമെൻറ്റ്സ് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O of 1 ആയിരിക്കും. ദാറ്റ് മീൻസ് whatever be the number of elements, the operations are operation time complexity is actually constant. Okay, അപ്പോൾ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുക. ആൻഡ് ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ്. നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യും, അസൈൻമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കയറി നിങ്ങൾക്ക് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗിറ്റപ്പ് ലിങ്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.